ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ പ്രഹ്ലാദൻ്റെ ആ വംശത്തിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു തുടർച്ചയായിട്ട് ഒരു കഥ, ഇതൊരു ഉപകഥയാണ് കേട്ടോ, ഭാഗവതത്തിൽ എടുത്തു പറയുന്ന കഥയല്ല, പക്ഷേ പല വേദികളിലും ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ആ മഹാബലിയുടെ ഒരു പുത്രി ഉണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാം. വാമനചരിതം നടക്കുന്ന ആ സന്ദർഭം, ആ യജ്ഞവേദിയിലേക്ക് വാമനമൂർത്തി വന്ന സമയത്ത് മഹാബലിയുടെ പുത്രിയുടെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, ഇതൊരു ഉപകഥയായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഒരു അസുരകന്യക ഉണ്ടായിരുന്നു എന്നാണ്. ആ അസുരകന്യകയ്ക്ക് ഈ വാമനമൂർത്തി യജ്ഞവേദിയിലേക്ക് വന്ന സമയത്ത്, ആ സന്ദർഭത്തിൽ വല്ലാത്തൊരു വാത്സല്യം തോന്നിയെന്നാണ് ആ ഉണ്ണിയെ കണ്ട സമയത്ത്. ഈ ഉണ്ണിയെ തനിക്കൊരു മാതൃസ്ഥാനത്ത് നിന്ന് ഒന്ന് വാത്സല്യിക്കാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പാലൂട്ടാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, എനിക്ക് മകനായിട്ട് ഈ ഉണ്ണിയെ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹം ആ അസുര രാജകുമാരിയുടെ മനസ്സിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ സന്ദർഭത്തിൽ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഭഗവാൻ അത് അറിഞ്ഞു, ഭഗവാൻ അത് കേട്ടു എന്നാണ്. ഭഗവോന്മുഖമായിട്ട് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും, ഭഗവാനെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അതൊക്കെ ഭഗവാൻ അറിയുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു കഥ. ഈ രാജകുമാരി തന്നെയാണ് സമയത്തല്ല എന്നുണ്ടെങ്കിലും പിന്നീട് ഈ രാജകുമാരി തന്നെയാണ് അടുത്ത ജന്മത്തിൽ പൂതനയായിട്ട് ജനിക്കുന്നത് എന്നാണ് കഥ പറയാറ്. ആ പൂതനയാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് വന്ന സമയത്ത് വധിക്കാൻ പുറപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ഗോകുലത്തിൽ വന്നിട്ട് ആ ഭഗവാന് മുലയൂട്ടണ ആ ഒരു ഭാവത്തിൽ അവിടെ ഭഗവാൻ തൻ്റെ മാതൃസ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ആളാണെന്നാണ് പറയുക. കൃഷ്ണനായി വന്ന സമയത്ത് 3 പേർക്കാണ് ഭഗവാൻ മാതൃസ്ഥാനം അനുഗ്രഹിച്ചു കൊടുത്തത് എന്നാണ് പറയുക. ഒന്ന് ജന്മം നൽകിയിട്ടുള്ള ദേവകി ദേവി, പിന്നെ വളർത്തി വലുതാക്കിയ ആ യശോദാദേവി, പിന്നെ അതേ ആ ഒരു ലെവലിൽ തന്നെ ഭഗവാൻ നിർത്തിയിട്ടുള്ള ആ ഒരു സ്ഥാനത്ത് തന്നെ ഭഗവാൻ കണക്കാക്കിയിട്ടുള്ള അനുഗ്രഹിച്ചിട്ടുള്ളതായിട്ടുള്ള 3ാമത്തെ കഥാപാത്രമാണ് അത്രേ പൂതന. അപ്പോൾ ആ മാതൃസ്ഥാനത്ത് ഭഗവാൻ ആ നിർത്തിയും കൊണ്ട് ആ ഒരു ഭാവത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ടെന്നാണ്. ഒരു അസുര രാജകുമാരി പണ്ട് അത് മനസ്സിലൊന്ന് ആഗ്രഹിച്ചു, ആ ഒരു കൗതുകം തോന്നിയപ്പോൾ ഈ ഉണ്ണിയെ എനിക്ക് ഒന്ന് വാത്സല്യിക്കാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, എൻ്റെ മകനായിട്ട് കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ആഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത്രേ. അത് ആ ഒരു നിമിഷത്തിൽ തോന്നിയിട്ടുള്ള ആ ഒരു ആഗ്രഹം അത് ഭഗവാൻ അറിഞ്ഞും കൊണ്ട് പിന്നീട് അടുത്ത ജന്മത്തിൽ ഭഗവാൻ കൃഷ്ണനായി വന്ന സമയത്ത് രാജകുമാരിക്ക് പൂതന എന്നുള്ള ഒരു ഭാവത്തിൽ അവിടെ ജന്മം കൊടുക്കുകയും ഈ പൂതനയ്ക്ക് ആ ഒരു സൗഭാഗ്യം കൊടുത്തു എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ അറിയാതെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ട് എന്നർത്ഥം. നമുക്ക് ചിലപ്പോൾ തോന്നും, ഭഗവാൻ ഞാൻ പറയുന്നത് അറിയുന്നുണ്ടോ ആവോ, ഭഗവാൻ കേൾക്കുന്നുണ്ടോ ആവോ എന്നൊക്കെ. ഒരു രാജകുമാരി വെറുതെ ചിന്തിച്ച ഒരു കാര്യം പോലും ഭഗവാൻ ഇത്രയ്ക്ക് ഓർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കാര്യങ്ങളും ഭഗവാൻ അറിയുന്നുണ്ട് എന്നർത്ഥം. എന്തായാലും ഇന്നത്തെ വാക്കുകളും ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ.